മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ക്ഷണിച്ചതിലുള്ള ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇത് ബഹിഷ്കരിക്കും, മോദിയുടെ പരിപാടി ബഹിഷ്കരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ ദേശീയപാതയിൽ ഒരു റോഡ് ഷോ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ റോഡ് ഷോയിൽ മുഹമ്മദ് റിയാസും CPM പ്രവർത്തകരും നേതാക്കളും ഒക്കെ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, അസാധാരണമായ സംഭവ വികാസങ്ങളാണ് ഇവിടെ. പൊതുമരാമത്ത് മന്ത്രിയെ ക്ഷണിച്ചില്ല എന്നുള്ളത് സംസ്ഥാന മന്ത്രിസഭയെ ആകെ അസംതൃപ്തിയിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പൂർണ്ണമായി മോദിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പശ്ചാത്തലമാണ്, നമുക്കറിയാം, രാഷ്ട്രീയ കളിയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും CPM അതിന് ബദലായി അതിനെ പ്രതിരോധിക്കാൻ പുതിയ കാര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. രഞ്ജിത്ത്, തീർച്ചയായും ദേശീയപാതയുടെ നിർമ്മാണവും പരിപാലനവുമൊക്കെ ദേശീയപാത അതോറിറ്റി, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏജൻസിയാണെങ്കിൽ പോലും സംസ്ഥാനത്തൊരു അസാധാരണ സാഹചര്യമാണ് നിലനിന്നത്. കാരണം സ്ഥലമേറ്റെടുപ്പ് പാതി വഴിയിൽ നിലച്ചു പോയതിനാൽ പദ്ധതി തന്നെ ഉപേക്ഷിച്ച് ഓഫീസ് പൂട്ടി ഏജൻസി തന്നെ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് മാറ്റം വന്നത് LDF സർക്കാർ വന്ന ശേഷമാണ് എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നു. ഇതിനുശേഷം 5000 കോടിയോളം രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും മുടക്കിയാണ് കിഫ്ബി വഴി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത്. ഒപ്പം ഈ എടുത്ത പണം അല്ലെങ്കിൽ ചിലവഴിച്ച പണം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്ത രീതിയിലുള്ള ഇടപെടലുകൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ സംസ്ഥാന സർക്കാർ നേരിട്ട് പണം മുടക്കി സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി നിർമ്മിച്ച ഒരു പദ്ധതിയായിട്ട് പോലും അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തതിന് വലിയ രാഷ്ട്രീയ വിമർശനം എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ രാവിലെ ശക്തമായ വിമർശനം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഒരു സമാന്തര ഉദ്ഘാടനവുമായി അല്ലെങ്കിൽ ഒരു സമാന്തര ചടങ്ങുമായി ഇപ്പോൾ മുന്നോട്ട് പോകാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ NH 66-ൽ വേങ്ങളം മുതൽ രാമനാട്ടുകര വരെയുള്ള റീച്ചിൽ രാമനാട്ടുകരയിൽ നിന്നും ആരംഭിക്കുന്ന ഒരു റോഡ് ഷോയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും രാവിലെ എന്താണ് പ്രതിഷേധ പരിപാടികളുടെ ഇനിയുള്ള ഒരു നീക്കം എന്നൊക്കെ മന്ത്രിയോട് ചോദിച്ചപ്പോഴും അത് കൂട്ടായി ആലോചിച്ച് തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെ രാഷ്ട്രീയപരമായി തന്നെ നേരിടാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറുവശത്ത് ആ റോഡിലൂടെ റോഡ് ഷോ നടത്തുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയായിരിക്കും. എന്തായാലും ഇതൊരു ശക്തമായ രാഷ്ട്രീയ പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലുമാണ് CPM ഉള്ളത്. നേരത്തെ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കം ഇക്കാര്യത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേവലം ഒരു പാർട്ടിയെന്നോ അല്ലെങ്കിൽ മന്ത്രിയെന്നോ അല്ല വ്യക്തിപരമായി നോക്കേണ്ടത്, ഇത് ഫെഡറൽ സമ്പ്രദായത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്, കൃത്യമായി പാലിക്കേണ്ട ഒരു ചിട്ടവട്ടമാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാ പാർട്ടികളും ഇക്കാര്യത്തിൽ സർക്കാരിനൊപ്പമുണ്ട് എന്ന വികാരമാണ് ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരിനെ കൂടി പങ്കെടുപ്പിച്ച് വേണം ഇത്തരം പരിപാടി നടത്തേണ്ടിയിരുന്നത് എന്നൊരു വികാരമാണ് പങ്കുവെക്കുന്നത്. എന്തായാലും കൃത്യം 12 മണിക്ക് തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ റോഡ് ഷോ ആരംഭിക്കും. മുഹമ്മദ് റിയാസ് റോഡ് ഷോ നടത്തുന്നു. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയാണ് ഇപ്പോൾ റോഡ് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ റോഡ് ഷോ ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ സമയത്തായിരിക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടാവുക കലൂരിൽ എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉദ്ഘാടന ചടങ്ങിലൊക്കെ പൊതുമരാമത്ത് മന്ത്രിയെ വിളിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റോഡ് ഷോ സമാന്തരമായി മുഹമ്മദ് റിയാസ് നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അസാധാരണമായ സാഹചര്യത്തിലൂടെ സംസ്ഥാനം കടന്നുപോകുന്നു. BJP-യും CPM-ഉം നേർക്കുനേർ എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ സംസാരിച്ചിരുന്നു. അത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു വെച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന വിവാദമാണ്, CPM ആണ് ഈ വിവാദത്തിന് പിറകിൽ എന്ന് പറയുന്നു. പക്ഷേ മര്യാദ പാലിച്ചില്ല എന്നാണ് സംസ്ഥാന മന്ത്രിസഭയുടെ ഒരു കൂട്ടായ തരത്തിലുള്ള അഭിപ്രായമായി പുറത്തു വന്നിരിക്കുന്നത്. മന്ത്രി P. രാജീവ്, മുഹമ്മദ് റിയാസ്, V. ശിവൻകുട്ടി ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും മറ്റും ചെയ്തിരുന്നു. മറൈൻ ഡ്രൈവിലെ അഖില കേരള ധീവര സഭയുടെ സുവർണ ജൂബിലി സമ്മേളനത്തിന് ശേഷം പ്രധാനമന്ത്രി റോഡ് ഷോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് സമാന്തരമായി പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് സമാന്തരമായി ഒരു റോഡ് ഷോ ഇത്തരത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാസർഗോട്ടും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നു. CH കുഞ്ഞമ്പു MLA ദേശീയപാതയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.